ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 5.3ലെ ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ 7th ക്വസ്റ്റ്യൻ മുതലാണ് നമ്മൾ ചെയ്യുന്നത്. മുമ്പത്തെ ക്വസ്റ്റ്യനൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ 7th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 22 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഇൻ വിച്ച് d is equal to 7 ആൻഡ് 22nd ടേം ഈസ് 149. ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 22 ടേംസ്. നമുക്കിവിടെ അറിയാവുന്നത് ക്വസ്റ്റ്യൻ പ്രകാരം എടുത്തെഴുതാൻ പറ്റുന്നു. സം ഓഫ് ഫസ്റ്റ് 22 ടേംസ്. അപ്പോൾ നമുക്ക് n is equal to 22 എന്ന് എഴുതി നോക്കാം. പിന്നെ d is equal to 7 തന്നിട്ടുണ്ട്. d is equal to 7 ആൻഡ് 22nd ടേം, അതായത് A22 ഈക്വൽ ടു 149 തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ നമ്മൾ എടുത്തെഴുതി വെച്ചു. കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് ഫസ്റ്റ് 22 ടേംസ് S22 ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് A22 ആണ്, അതായത് 22nd ടേം. അതിന് ഇക്വേഷൻ നമുക്ക് എഴുതാം. അപ്പോൾ an is equal to a plus n minus 1 into d ആണ് ഇക്വേഷൻ. അതിൽ A22 ആണ് is equal to അത് a plus 21d ആയിരിക്കും. a നമുക്കറിയില്ല, അപ്പോൾ a plus 21 ഇൻറ്റു ഡിയുടെ വാല്യൂ അറിയാം 7 ആണ്. 21 ഇൻറ്റു 7 ഈക്വൽ ടു 149 എന്ന് തന്നിട്ടുണ്ട്. എ പ്ലസ് 21 ഇൻറ്റു 7 147 ഈക്വൽ ടു 149 ആണ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 149 മൈനസ് 147. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഫസ്റ്റ് ടൈം കിട്ടി. നമുക്ക് ഇവിടെ എഴുതാം a is equal to 2. ഇനി നമുക്ക് സം ഓഫ് ഫസ്റ്റ് 22 ടേംസ് S22 ഈക്വൽ ടു n/2 ഇൻറ്റു നമുക്ക് ലാസ്റ്റ് ടൈം അറിയാം 22nd ടൈം അറിയാം. അപ്പോൾ നമുക്ക് a പ്ലസ് a n എടുത്താൽ മതി. ഈക്വൽ ടു n അറിയാം n/2. 22 ഡിവൈഡ് ബൈ 2 ഇൻറ്റു a നമുക്ക് 2 എന്ന് കിട്ടി. 2 പ്ലസ് ലാസ്റ്റ് ടൈം 149 ആണ്. ഈക്വൽ ടു 22 ബൈ 2 11 ഇൻറ്റു 149 പ്ലസ് 2 151 ഈക്വൽ ടു 1661. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് a is equal to 2 എന്ന് കണ്ടുപിടിച്ചു. അതുപോലെ S22 ഈക്വൽ ടു 1661 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതിലെ 8th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 51 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഹൂസ് സെക്കൻഡ് ആൻഡ് തേർഡ് ടേംസ് ആർ 14 ആൻഡ് 18 റെസ്പെക്റ്റീവ്ലി. ചെയ്ത് നോക്കാം. സം ഓഫ് ഫസ്റ്റ് 51 ടേംസ്, അതായത് S51 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചു. ഇനി ഹൂസ് സെക്കൻഡ് ആൻഡ് തേർഡ് ടേംസ് ആർ, സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ a പ്ലസ് d ഈക്വൽ ടു 14. സെക്കൻഡ് ആൻഡ് തേർഡ് ടേംസ് ആർ 14 ആൻഡ് 18. തേർഡ് ടേം എന്ന് പറയുമ്പോൾ a പ്ലസ് 2d ഈക്വൽ ടു 18 ആണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് രണ്ട് ഇക്വേഷനായിട്ട് തന്നെ കിട്ടി. എയും ഡിയും കണ്ടുപിടിക്കാം. ഇനി ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി എ ക്യാൻസലായി പോയി, അതായത് 2 മൈനസ് 1 നമ്മൾ ചെയ്താൽ 2d നിന്ന് d പോയാൽ d is equal to 18 minus 14. d is equal to 4 എന്ന് ഇവിടെ തന്നെ കിട്ടി. ഇനി a കണ്ടുപിടിക്കാൻ a പ്ലസ് d is equal to 14 ആണ്, അതായത് a പ്ലസ് 4 ഈക്വൽ ടു 14. a is equal to 14 minus 4, a is equal to 10 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ a is equal to 10 എന്ന് എഴുതി, അതുപോലെ d is equal to 4 എന്ന് എഴുതി. ഇനി കണ്ടുപിടിക്കേണ്ടത് Sn is equal to n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇവിടെ S51 ആണ്, ഈക്വൽ ടു 51 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2a, അതായത് 2 ഇൻറ്റു 10 പ്ലസ് n മൈനസ് 1, അതായത് 51 മൈനസ് 1 50. 50 ഇൻറ്റു ഡിയുടെ വാല്യൂ 4 ഈക്വൽ ടു 51 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 ഇൻറ്റു 10
20 പ്ലസ് 50 ഇൻറ്റു 4 200. നമുക്ക് ഈ 2നെ ഇതിനെ കട്ട് ചെയ്യാം. 2ഉം 20യും കട്ട് ചെയ്തു, ഇവിടെ 10. 200ഉം 2ഉം കട്ട് ചെയ്തു, ഇവിടെ 100. ഈക്വൽ ടു 51 ഇൻറ്റു 10 പ്ലസ് 100 ഈക്വൽ ടു 51 ഇൻറ്റു 110 ഈക്വൽ ടു 5610. അപ്പോൾ അതിൻ്റെ സം ഓഫ് ഫസ്റ്റ് 51 ടേംസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ S51 ഈക്വൽ ടു 5610 നമുക്ക് ആൻസർ കിട്ടി.